ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും വന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് അടിപൊളി മാങ്ങച്ചാറ് ഉണ്ടാക്കിയാലോ, എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാവേ. അപ്പോൾ ആദ്യം മാങ്ങ എന്തെങ്കിലും കുരുവിനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ഒരു 4 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് കടുകും ഉലുവയും കൂടി റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് പൊടിച്ചത് ഇട്ട് കൊടുക്കാം, ഒരു 3 ടീസ്പൂണോളം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി വിനാഗിരി ഒഴിച്ച് കൊടുക്കാം, കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതൊക്കെയുടെ റെസിപ്പിയാണ് കേട്ടോ, അടിപൊളി അച്ചാറാണ്. അപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം, കടുക് പൊട്ടിച്ച് കൊടുക്കാം, കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം, കപ്പലമുളക്, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, നെല്ലിക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിക്കാറ് കേട്ടോ നെല്ലിക്ക ഇടുമ്പോൾ. എന്നിട്ട് നന്നായിട്ടൊന്ന് വാടി വരട്ടെ കേട്ടോ. നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മാങ്ങ ഉണ്ടല്ലോ, അതുകൂടി ഒന്നിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അച്ചാർ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ഒരിക്കൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.